മത്സര പരീക്ഷാ ക്രമക്കേടുകൾ തടയാനുള്ള നിർണായക ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ക്രമക്കേട് നടത്തിയാൽ 10 വർഷം വരെ ജയിൽ ശിക്ഷയും 1 കോടി രൂപ വരെ പിഴയും ലഭിക്കും. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറയും. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, ബിൽ അവതരണമാണ് ഇന്നത്തെ പ്രധാന അജണ്ടകളിലൊന്ന്. ഈ ബില്ലിന്റെ ഒരു പ്രത്യേകത എന്താണ്? പുതിയ ചോദ്യപേപ്പർ ചോർച്ചയടക്കം മത്സര പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിയമനിർമ്മാണത്തിനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ക്രമക്കേടുകൾക്ക് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് ഇന്നിപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കുക. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബില്ല് അവതരിപ്പിക്കും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ 10 വർഷം വരെ തടവും ഒപ്പം 1 കോടി രൂപ വരെ പിഴയും നൽകുന്നതാണ് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഈ ബില്ല്. ഈ ബില്ല് ഇന്നിപ്പോൾ അവതരിപ്പിക്കും. ഒപ്പം നിർദ്ദിഷ്ട ബില്ലിന്റെ ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളെയല്ല, മറിച്ച് പരീക്ഷാ മാഫിയകളെയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നാണ് ഒരു വിലയിരുത്തൽ. അത് ഉൾപ്പെടെ തടയുക എന്നത് ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. ഒപ്പം കമ്പ്യൂട്ടർ അധിഷ്ഠിത മത്സര പരീക്ഷകളിൽ പോലും സുരക്ഷിതമാകുന്ന തരത്തിൽ ബില്ല് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിൽ അതായത് പരീക്ഷകളിൽ പൂർണ്ണമായും ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തുന്നത് തടയുക എന്നതാണ് ഇതുകൊണ്ട് കേന്ദ്രം ലക്ഷ്യം വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ബില്ല് അത് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ശിക്ഷ എന്നുള്ളതാണ്. 10 വർഷം തടവും അതോടൊപ്പം 1 കോടി രൂപ വരെ പിഴയുമാണ് ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ കർശന നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബില്ലാണ് കേന്ദ്ര സർക്കാർ ഇന്നിപ്പോൾ അവതരിപ്പിക്കുന്നത്. എന്താണെങ്കിലും ബില്ല് ഇന്ന് തന്നെ ചർച്ചയ്ക്ക് എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം അത് രാജ്യസഭയിലേക്ക് കൂടി മാറും. നോബിൾ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.